റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി ഇടമലക്കുടി ആദിവാസി ഉന്നതിയിൽ റേഷനരി കാണാതായതിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ. ഒരു മാസമായി ഇടമലക്കുടിയിൽ റേഷനരി ലഭിച്ചില്ല എന്ന പരാതിയിലാണ് അന്വേഷണം. സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് തുടരന്വേഷണം നടത്തുന്നത്. 65,000 കിലോ റേഷനരി സ്റ്റോക്കിലില്ല എന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഗിരിജൻ സൊസൈറ്റിയും സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ നടപടിയുണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് വളരെ കർശനമായിട്ടുള്ള എല്ലാ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും പരിശോധിച്ചിട്ട് തന്നെയാണ് അവിടെ കൊടുക്കാറുള്ളത്. അവിടെ ഒരു ലൈസൻസി വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ലൈസൻസിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അവരുടെ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിന്റെ വിതരണം ഏറ്റെടുത്തിരുന്നത്. സോ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു വ്യക്തി ആണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം ഗവൺമെന്റിന് ലയബിലിറ്റി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാം. അതിന് എപ്പോഴും നമുക്ക് ആ കണ്ടെത്തലുകളുടെ ബേസിസിൽ മാത്രമായിരിക്കും തീരുമാനം എടുക്കാൻ പറ്റും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ 65,000 കിലോ അരിയാണ് കടത്തിയെന്ന് പറയുന്നത്. പാവങ്ങൾക്ക് കിട്ടേണ്ട അരിയാണ്. ഈ റേഷൻ കടയിൽ ആരുടെ ക്രമക്കേടായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്? എന്താണിപ്പോൾ ദേവികുളം സബ് കളക്ടർ സംശയിക്കുന്നത്? പ്രതി സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. അവിടുത്തെ ആളുകൾക്ക്, ആ പാവങ്ങളായ ആളുകൾക്ക് കഴിഞ്ഞ ഒരു മാസമായി റേഷനരി കിട്ടുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അവിടുത്തെ 2 റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം ആകെ 70,000 കിലോ അരിയാണ് ഈ 2 റേഷൻ കടകളിലായി കാണേണ്ടത്. പക്ഷേ പരിശോധന നടത്തിയപ്പോൾ വെറും 5,000 കിലോ അരി മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-2 കിലോ അരിയല്ല, 65,000 കിലോ അരിയുടെ വെട്ടിപ്പ് ഈ 2 റേഷൻ കടകളിലായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അരി ഈ കരിഞ്ചന്തയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രാഥമിക പരിശോധനയിലാണ് 65,000 കിലോ അരി കാണാതായി എന്നത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഘട്ടത്തിൽ 2ാം ഘട്ട അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് 2ാം ഘട്ട അന്വേഷണം നടത്തുന്നത്. ദേവികുളം സബ് കളക്ടർ പറയുന്നതനുസരിച്ച് കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ വിതരണക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും, ക്രിമിനൽ കേസ് തന്നെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഈ അരി വിതരണം നടത്തുന്നത് ഗിരിജൻ സൊസൈറ്റി എന്ന ഒരു സംഘടനയാണ്. മൂന്നാറിലുള്ള ഗിരിജൻ സൊസൈറ്റിയാണ് ഇവിടേക്ക് അരി വിതരണം ചെയ്യുന്നത്. നേരത്തെ ഇവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിതരണം സപ്ലൈകോ ഏറ്റെടുക്കുകയും അവിടെ നിന്നുള്ള ആളുകൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നത് ഗിരിജൻ സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. 2024 സമാനമായിട്ടുള്ള തട്ടിപ്പ് ഈ മേഖലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കാര്യമായിട്ടുള്ള നടപടി ഉണ്ടാകാത്തതാണ് വീണ്ടും ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് ഈ ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും പാവങ്ങളുടെ കഞ്ഞിയിലാണ് ഇത്തരത്തിലൊരു പാവങ്ങളുടെ കഞ്ഞിയാണ് ഈ ആളുകൾ അടിച്ചു മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടി ഈ ആളുകൾക്കെതിരെ വേണം എന്നുള്ളതാണ് ഈ ഇടമലക്കുടിയിലെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾ പറയുന്നത്. പാവപ്പെട്ട ആദിവാസികളുടെ വയറ്റത്തടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അന്നത്തിൽ കൈയിട്ട് വരുന്നവരാണ് ഇത് ഈ ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. 1-2 കിലോയല്ല, ഇത്ര കിലോ അരിയാണ് പാവങ്ങൾക്ക് ലഭിക്കാനുള്ള അരിയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നതാണ്. അത് എന്തായാലും അരിക്കൊള്ള നടത്തിയവർ പിടിയിലാവുക തന്നെ വേണം എന്നുള്ളതാണ്. രാഹുൽ സുരേഷാണ് ഇപ്പോൾ ഇടമലക്കുടിയിലെ അരിക്കൊള്ളയുടെ വാർത്ത നൽകിയിരിക്കുന്നത്.